ഹലോ ഗൈസ്, ഗോൾഡൻ ക്രൗൺ അല്ലെങ്കിൽ സ്വർണ്ണ കിരീടം എങ്ങനെയാ പെയിന്റ് ചെയ്യാന്ന് നോക്കിയാലോ. ഇതുപോലെ കിരീടത്തിന് സ്വർണ്ണ നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കളറുകളാണ് ഉപയോഗിക്കുന്നത്. അത് 4 ഡയറക്റ്റ് കിട്ടുന്നില്ല, മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മളൊരു കാഡിമം യെല്ലോ ഹ്യൂവും ബേൺഡ് സിയനും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വലിയ ക്വാണ്ടിറ്റി യെല്ലോയും വളരെ ചെറിയ ക്വാണ്ടിറ്റി ബേൺഡ് സിയനും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു കളറാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാഡിമം യെല്ലോ ഹ്യൂവും ഒരുപാട് വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2 കളർ കിട്ടിയത്. മൂന്നാമതായിട്ട് നമ്മൾ ബേൺഡ് സിയനയിൽ അല്പം ഐവറി ബ്ലാക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 4ാമത്തെ കളർ കാണിക്കാൻ പറ്റിയില്ല. അത് ഇതിൻ്റെ കൂടെ തന്നെ ബേൺഡ് അമ്പറിൻ്റെ കൂടെ അല്പം ബ്ലാക്ക് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇടതുവശത്ത് ചെയ്തതുപോലെ തന്നെ വലതുവശത്തും നമ്മൾ മിക്സ് ചെയ്തെടുത്ത 4 കളറുകളിൽ 3 ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറും അതിൻ്റെ കൂടെ കൂടുതൽ കാഡിമം യെല്ലോയും അതുപോലെ ബേൺഡ് സിയനും മിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു യെല്ലോയിഷ് കളറും അതിൻ്റെ കൂടെ ബേൺഡ് സിയന ഐവറി ബ്ലാക്ക് ആയിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡാർക്ക് കളറും. ഇനി ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇത് വളരെ ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ സെക്കൻഡ് കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള കളറുകൾ അടിച്ച് അതിന് കൂടെ തന്നെ അത് മിക്സ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെയല്ല, ഇതിനേക്കാളും വളരെ സിമ്പിളായിട്ടൊക്കെ കിരീടം നമുക്ക് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ എത്ര സമയം എടുത്തുകൊണ്ട് എത്ര അധികം ഡീറ്റെയിൽ കൊടുത്തുകൊണ്ടാണ് ഒരു ചിത്രം ഫിനിഷ് ചെയ്യുന്നത്, അത്രയധികം ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആ ചിത്രത്തിന്. വരയ്ക്കുന്ന ഓരോ സ്ക്വയർ ഇഞ്ച് ഏരിയയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരയ്ക്കുക. ഒന്നും അപ്രധാന്യമുള്ള കാര്യങ്ങളല്ല, എല്ലാത്തിനും ഒരേപോലെ നമ്മൾ കണ്ണിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ എല്ലാ ഭാഗങ്ങൾക്കും കൊടുത്തുകൊണ്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സമയമെടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി 4 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഒരുപാട് ഏരിയയിലേക്ക് വേണ്ടതുകൊണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം ചേർത്ത് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഏരിയ വരച്ച് കഴിയുമ്പോഴേക്കും പെയിൻറ്റ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോവും. അങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കളയാനേ പറ്റുള്ളൂ. രണ്ടാമത് വീണ്ടും പെയിൻറ്റ് മിക്സ് ചെയ്യേണ്ടി വരും. രണ്ടാമത് പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സാക്റ്റ് കളറിലേക്ക് കൊണ്ടുവന്നാലേ അത് അത്രയും ഭംഗിയാവത്തുള്ളൂ. ഞാനപ്പോൾ 1 ടൈം തന്നെ ആവശ്യമുള്ളതിനേക്കാളും അല്പം അധികം പെയിൻറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത് വീണ്ടും കുറച്ചധികം കൂടി പെയിൻറ്റ് മിക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പരമാവധി പോവാതെ ശ്രദ്ധിക്കും. അലിസറിൻ ക്രിംസണും സാപ്പ് ഗ്രേനും ഐവറി ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാപ്പ് ഗ്രേന് 2 പോർഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ആണ്, അത് നമ്മൾ ബ്രൈറ്റ് സൈഡായിട്ടും അല്പം ഡാർക്ക് മിക്സ് ചെയ്തിട്ട് അത് ഡാർക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. അലിസറിൻ ക്രിംസൺ എന്ന് പറയുന്ന കളറ് ക്യാമറയിൽ പോയി തപ്പിയാൽ കിട്ടില്ല കേട്ടോ. ഞാൻ ബ്രൂസ്റ്റോടെ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പേരുകളിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും. മുകളിലാണ് ബ്രൈറ്റ് സൈഡ് വരുന്നത്, അടിയിലാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ റെഡ് കളറുള്ള ജെംസാണ് കൊടുക്കുന്നത്. റെഡിൻ്റെ ബ്രൈറ്റ് ഷെയ്ഡ് നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അടിവശത്തായിട്ട് നമ്മളതിലേക്ക് ഡാർക്ക് ഷെയ്ഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അല്പം വൈറ്റ് എടുത്തിട്ട് അതിൽ ഒരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് എടുത്തിട്ട് ഒരു ചെറിയ മാർക്ക് ബ്രൈറ്റ് പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനും നമ്മളൊരു ഷെയ്ഡ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബേൺഡ് അമ്പറും ഐവറി ബ്ലാക്കും കൂടിയിട്ടുള്ള ആ കളർ എടുത്തിട്ട് ഇതിനടിയിലായിട്ട് വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ്, ഈവൻ നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, എനിക്ക് തന്നെ അത് അടുത്ത് പോയാൽ നോക്കിയാലേ കാണാൻ പറ്റില്ല. ബട്ട് ഒരിക്കലും ആ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ ചുറ്റും കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള മുത്തുകളാണ്. അപ്പോൾ ആ റെഡ് കളറിലുള്ള മുത്തുകൾ എല്ലാ ഭാഗത്തും കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കളറിലുള്ള മുത്തുകളാണ്. വീഡിയോ വരച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പെയിൻറ്റിങ് വീഡിയോസുമായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ.